ഹലോ പ്രൈസ് ലോർഡ്. ബ്ലസ് ബൈബിൾ കിസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഹാപ്പി ക്രിസ്മസ് നേരുകയാണ്. എല്ലാവർക്കും സന്തോഷവും ആയുസ്സും ആരോഗ്യവും കർത്താവ് നൽകട്ടെ. നമ്മുടെ പുതിയ വർഷത്തെ ബൈബിൾ കിസിലേക്ക് നാം പോവുകയാണ്. മെഗാ ബൈബിൾ കിസിനെ കുറിച്ച് ഒന്ന് പറയുകയാണ്. മെഗാ ബൈബിൾ കിസ് 5 ലക്ഷം രൂപയുടെ സമ്മാനവുമായിട്ടാണ് നമ്മൾ ഈ ബൈബിൾ കിസ് തുടങ്ങുന്നത്. 1-ാം തീയതി മുതലാണ്, നമുക്ക് ജനുവരി മുതലാണ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും 5 ചോദ്യം, 5 അധ്യായത്തിൽ നിന്ന് 5 ചോദ്യം, 5 ഉത്തരം, 5 സമ്മാനം. ഒന്നാമതായി ഒരു ബൈബിള്, രണ്ടാമതായി 4 വാക്യ ബോർഡ്. അത്രയുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഉത്തരം അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ട് ഒരു സ്റ്റഡി ബൈബിൾ നൽകുന്നു. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇനി അടുത്ത ദിവസം മുതലുള്ള ബൈബിൾ കിസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം ഫാസ്റ്റായിട്ട് ഉത്തരം അയക്കാൻ ശ്രമിക്കുക. അതാണ് 1-ാം സമ്മാനമായി വരുന്നത് 50,000 രൂപ, 2-ാം സമ്മാനം 25,000 രൂപ, 3-ാം സമ്മാനം 15,000 രൂപ, 4-ാം സമ്മാനം 10,000 രൂപ. ഈ രീതിയിലാണ് നമ്മുടെ സമ്മാന പദ്ധതികൾ. അതുപോലെ തന്നെ 1500 വാക്യ ബോർഡ്, 600 ബൈബിള്, 60 സ്റ്റഡി ബൈബിള്, അതുപോലെ തന്നെ 100, 200, 300 ദിവസം തുടർച്ചയായി പൂർത്തീകരിക്കുന്നവർ സർട്ടിഫിക്കറ്റും അതിനുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും യൂട്യൂബിൽ ആണ് ചോദ്യം വരുന്നത്. ചോദ്യം ഒരു കാരണവശാലും ടൈപ്പ് ചെയ്ത് വരുന്നതല്ല. നിങ്ങൾക്ക് ഉത്തരം അയക്കുന്ന രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. 2 പ്രാവശ്യം ചോദ്യം ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം വ്യക്തമായി കേട്ട് ഒന്നുകിൽ എഴുതിയെടുത്തോ, അല്ലാതെ ഞങ്ങൾക്ക് ഉത്തരം മാത്രം ലഭിച്ചാൽ മതി. നിങ്ങൾ ആ രീതിയിൽ അയക്കുക. ജനുവരി മുതൽ 4 അധ്യായമാണ് ഉൽപ്പത്തി എന്ന് ചോദിക്കുന്നത്. ജനുവരി ഉദാഹരണം ഉൽപ്പത്തി 1 മുതൽ 4 വരെ ജനുവരി 1-ാം തീയതി ചോദിക്കുമ്പോൾ തന്നെ മത്തായിയിൽ നിന്ന് 1 അധ്യായം, 1-ാം അധ്യായം, ഈ രീതിയിലാണ് പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലക്ഷ്യം ബൈബിൾ ഒരു വർഷം കൊണ്ട് വായിച്ച് തീർക്കുക. അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. കാരണം അവർ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൽ അറ്റൻഡ് ചെയ്യാനും അത് മുഖാന്തരം അവർക്ക് വചനം പഠിക്കാനും സാധിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളത് ചെയ്യുക. അവരുടെ ഫോൺ വാങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക. എപ്പോഴെങ്കിലും അവരത് എടുത്ത് അത് നോക്കും. അത് അവർക്കും പ്രയോജനം ചെല്ലും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇന്നലെ 5 വരെ വിട്ട് ചെയ്ത 2 പേരുണ്ട്. കഴിഞ്ഞ ആഴ്ച അമ്മിണിക്കുട്ടി കൊട്ടാരക്കര, ജിബിൻ കുന്നത്തുകാൽ, ഈ 2 പേരാണ്. 1037, 1246, അങ്ങനെ 2 പേരാണ് ചെയ്തിരിക്കുന്നത്. അതും അടുത്ത ദിവസത്തെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഞാൻ പറയാം, അതിൽ ഇട്ടിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ചെന്ന് കാണുക. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വീഡിയോയിൽ ഇവിടെ നിന്ന് അയച്ച ഗിഫ്റ്റുകളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെന്ന് ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക. ഈ ക്രിസ്മസ് ദിവസം ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.